Good afternoon. Good afternoon, Miss. Good afternoon, ma'am. എല്ലാവരും ഫുഡൊക്കെ കഴിച്ചായിരുന്നോ? Yes, ഫുഡ് ma'am. കഴിച്ചോ? കഴിച്ചു. മിസ് കഴിച്ചോ? കഴിച്ചിട്ടില്ല. മിസ് കഴിച്ചായിരുന്നോ? ഞാൻ നേരം കഴിച്ചിട്ടില്ല. നേരം വൈകില്ലേ നീ ക്ലാസ് കഴിയുമ്പോ? അത് എനിക്ക് 12 to 1:30 ക്ലാസ് ഉണ്ടായിരുന്നു. പിന്നെ 1:30 to 2 നിങ്ങളുടെ ക്ലാസ് ആണ്. അത് കഴിഞ്ഞിട്ട് കഴിക്കുള്ളൂ. കുഴപ്പമില്ല, ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ലേറ്റ് ആയിട്ട് കഴിച്ചു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിഫൻസ് മെക്കാനിസം ഓക്കെ പ്രയർ സ്റ്റാർട്ട് ചെയ്തോളൂ കേട്ടോ. Lord, as we begin this day, bless our class and all within it. Help us to learn, grow, and be kind to one another. Lord, create a classroom where we can learn, be respectful, and support each other. God, we thank you for this day and all the blessings we have received. May we be kind, compassionate, and remember to help others. Okay. Then sign in. Good morning. I am extremely privileged to have this opportunity to welcome our respected Jisha ma'am and my dear friends to our new class. Sorry. Our respected Ashwati ma'am and my dear friends to our new class today. I am so happy to see you together here. Thank you. Start of the day. The way to get started is to quit talking and begin doing. The quote denotes the importance of taking action and moving forward towards your goal. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം അല്ലേ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ ഡിഫൻസ് മെക്കാനിസത്തെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. ഇൻട്രൊഡക്ഷൻ കംപ്ലീറ്റ് ചെയ്ത് പറഞ്ഞായിരുന്നു. നിങ്ങൾ വീട്ടിലിരുന്ന് ആലോചിച്ചായിരുന്നോ ഇതിനെ പറ്റി? എത്ര പേര് ആലോചിച്ചു ഡിഫൻസ് മെക്കാനിസത്തെ കുറിച്ച്? അലക ആലോചിച്ചു, രാജേശ്വരി, സുഗിത. ഓക്കെ ഓക്കെ. അപ്പൊ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ ഡെയിലി ലൈഫിൽ നിങ്ങൾ ഡിഫൻസ് മെക്കാനിസം ഉപയോഗിക്കാറുണ്ടോ? അല്ലേ? അത് വലിയ രീതിയിലാണ് ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ ചെറിയ രീതിയിലാണ് ഉപയോഗിക്കുന്നത്? ഏതളവിലാണ് ഉപയോഗിക്കുന്നത്? എപ്പോഴും ഉപയോഗിക്കാറുണ്ടോ അല്ലെങ്കിൽ ഇടയ്ക്കൊക്കെയാണ് ഉപയോഗിക്കുന്നത്? യൂസേജ് എങ്ങനെയാണ് അതിന്റെ? ഉണ്ടോ ഇല്ലയോ? പ്രശ്നങ്ങൾ വരുമ്പോഴൊക്കെ ഉപയോഗിക്കാറുണ്ട്. എന്താണ് രശ്മി? ജീവിതത്തിൽ പല ഘട്ടങ്ങളിലായിട്ട് പ്രശ്നങ്ങൾ ഇങ്ങനെ അടിക്കടി വന്നോണ്ടിരിക്കില്ലേ, അപ്പോഴൊക്കെ ഉപയോഗിക്കാറുണ്ട്. അപ്പോഴൊക്കെ ഉപയോഗിക്കാറുണ്ട് അല്ലേ? ഓക്കെ. രാജേശ്വരി? ഇതുവരെ ചെറിയ രീതിയിൽ ഉപയോഗിച്ചിട്ടുള്ളൂ, ഇനി എങ്ങനെയാന്ന് അറിയില്ല. ഓക്കെ. അപ്പൊ എല്ലാവരും വീട്ടിലിരുന്നൊക്കെ നന്നായിട്ട് ആലോചിച്ചെന്ന് തോന്നുന്നു. ഇനി നമുക്ക്, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പലതരത്തിലുള്ള ഡിഫൻസ് മെക്കാനിസം ഉണ്ടെന്ന് അല്ലെ. അപ്പൊ നമുക്ക് ഒരാളെ കൊണ്ട് ഇത് പറയിപ്പിക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഒന്നും കൂടി ഒരാള് റിപ്പീറ്റ് ചെയ്യാം കേട്ടോ. എന്തൊക്കെ കാര്യങ്ങളാണ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു തന്നതെന്ന് ഒന്നും കൂടി ഒന്ന് റിപ്പീറ്റ് ചെയ്യാം. ആരാണ് പറയാ? നന്നായിട്ട് മനസ്സിലായില്ലേ കഴിഞ്ഞ ക്ലാസ് എടുത്തപ്പോ? മനസ്സിലായോ ഇല്ലയോ? മനസ്സിലായി മിസ്. മനസ്സിലായി. അപ്പൊ ഒരാളൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തേ. അനില എക്സ്പ്ലെയിൻ ചെയ്യാമോ? അനില ഓയ്. മിസ് പറയാം, പക്ഷെ കുട്ടി
കുത്തിവെച്ചെടുക്കുന്നുണ്ട് അല്ലെ കുഞ്ഞ്? മാം കുറച്ച് പറഞ്ഞാൽ മതിയോ? മനസ്സിലാക്കിയത് പറഞ്ഞാൽ മതിയോ? മതി മതി, ധാരാളം പറഞ്ഞാൽ മതി. രശ്മി പറഞ്ഞോളൂ. രശ്മി പറഞ്ഞു. Defense mechanisms are unconscious physiological strategies that people use to protect themselves from anxiety, stress, or unacceptable thought and feelings. Then each individual have a separate defense mechanism that is different from each person. അതായത് നമ്മുടെ മാനസിക സംഘർഷങ്ങളിൽ നിന്നും രക്ഷ നേടുന്നതിനും അവയെ പ്രതിരോധിക്കുന്നതിനും വേണ്ടിയിട്ട് നമ്മൾ വ്യക്തികൾ തന്നെ സ്വീകരിക്കുന്ന ചില സാധാരണ തന്ത്രങ്ങളാണ് ഡിഫൻസ് മെക്കാനിസം എന്ന് പറയുന്നത്. അത് ഓരോ വ്യക്തിക്കും വേറെ ഇപ്പം എനിക്ക് എന്നിലുള്ള ഡിഫൻസ് മെക്കാനിസം പോലെ ആയിരിക്കത്തില്ല ഇപ്പം മാമിനുള്ളത് അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാർക്കുള്ളത്. അത് ഓരോ വ്യക്തിയിലും അത് ഡിഫറെൻ്റ് ആയിരിക്കും. അത് നമ്മൾ നേരിടുന്ന മാനസിക സംഘർഷങ്ങൾക്കനുസരിച്ചും ഒരു വ്യക്തിയുടെ ചിന്തയനുസരിച്ചും ഒക്കെ അത് മാറിക്കൊണ്ടിരിക്കും. ഇത്രയാണ്. എക്സാമ്പിൾ പറയണോ? ഇത്രയാണ്. പറഞ്ഞോളൂ, നന്നായിട്ട് പറയുന്നുണ്ടല്ലോ, എന്തിനാ പേടിക്കുന്നത്? പറഞ്ഞോളൂ. എക്സാമ്പിള് ഇപ്പം എൻ്റെ ലൈഫ് എടുക്കുവാണെങ്കിൽ വിഷമങ്ങൾ ഇല്ലെന്നല്ല, ഉണ്ട്. ഒരുപാട് മാനസിക സംഘർഷങ്ങളുണ്ട്. അത് എന്തിനാണ് ഇച്ചിരി ബ്രേക്ക് വന്നിട്ട് അടുത്തത് വരും. അങ്ങനെ എൻ്റെ ലൈഫിൽ ഒന്നും സംഭവിച്ചു, അത് ഞാനത് മറക്കാൻ വേണ്ടിയിട്ട് എൻ്റെ മനസ്സിൽ പല കാരണങ്ങൾ ഞാൻ തന്നെ അത് ക്രിയേറ്റ് ചെയ്ത് വച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ ചില ഡിഫൻസ് മെക്കാനിസം എന്നിലും ഉണ്ട്. അത് എന്താണ് വേറെ ഒന്നും പറയാൻ പറ്റാത്തതാ. കുഴപ്പമില്ല, മതി. വേറെ ആർക്കെങ്കിലും ചുരുക്കി പറയാമോ? കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത് ശാലിനിക്ക് പറയാമോ? ശാലിനി പറഞ്ഞു നോക്കാമോ? പറഞ്ഞു നോക്കട്ടോ. ഡിഫൻസ് മെക്കാനിസം എന്ന് പറയുമ്പോൾ നമ്മുടെ മാനസിക സംഘർഷങ്ങളിൽ നിന്നും രക്ഷ നേടുന്നതിനോ അവയെ പ്രതിരോധിക്കുന്നതിനോ വ്യക്തികൾ സ്വീകരിക്കുന്ന ചില സാധാരണ തന്ത്രങ്ങളുണ്ട്. ഇവ ഡിഫൻസ് മെക്കാനിസം അല്ലെങ്കിൽ പ്രതിരോധ സംവിധാനങ്ങൾ എന്ന് പറയുന്നു. അപ്പോൾ ഒരു വ്യക്തിയുടെ സാഹചര്യത്തിനനുസരിച്ച് അല്ലെങ്കിൽ പ്രവൃത്തിക്കനുസരിച്ചും ആ ടൈം ഓരോ വ്യക്തികളിൽ ഈ ഡിഫൻസ് മെക്കാനിസം പ്രവർത്തിക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്യുമ്പോൾ അത് ഞാൻ അക്സെപ്റ്റ് ചെയ്യാൻ മടിച്ചുകൊണ്ട് അവിടെ ഞാനൊരു കള്ളം പറയും. അവിടെ അതൊരു ഡിഫൻസ് മെക്കാനിസമാണ്. അപ്പോൾ അതുപോലെ ഓരോ സാഹചര്യത്തിനൊത്ത് നമ്മൾ അവിടെ ഓരോ ഉത്തരമോ ആൻസറോ നമ്മൾ പറയുന്നുണ്ട്. അത് ഒരു ഡിഫൻസ് മെക്കാനിസം പോലെയാണ്. ഇത്രയേ ഉള്ളൂ. പിന്നെ വേറെ ആരെങ്കിലും? ഞാൻ പേരെടുത്ത് വിളിക്കുന്നില്ല, നിങ്ങൾ തന്നെ ഒന്ന് ശ്രമിച്ചു നോക്കാം പറയാനായിട്ട് കേട്ടോ. മിനു സുരേഷ് പറയാനായിട്ട് പറ്റുമോ? ശ്രമിക്കാം. നമുക്ക് താങ്ങാനാവാത്ത വിഷമങ്ങളൊക്കെ വരുമ്പോൾ നമ്മുടെ മനസ്സ് ഒരു ഡിഫൻസ് മെക്കാനിസം, അത് മനസ്സ് സ്വയം ഒരു കാര്യം കണ്ടെത്തുകയാണ് നമുക്ക് സ്വയം മനസ്സിനെ പ്രതിരോധം തീർക്കാനായിട്ട്. ഇപ്പൊ നമ്മള് മൃഗങ്ങളിലൊക്കെ ഒച്ചൊക്കെ കണ്ടിട്ടില്ലേ, തൊടാൻ ചെല്ലുമ്പോൾ സ്വന്തമായിട്ട് തലവലിക്കണത്. അതിൻ്റെ അതേപോലെ നമ്മുടെ മനസ്സിന് ഭയങ്കരമായിട്ട് മുറിവേൽക്കുമ്പോൾ നമ്മൾ തന്നെ അതിന് വേണ്ടുന്ന പരിഹാരം നമ്മുടെ മനസ്സ് സ്വയം കണ്ടെത്തും. അതുപോലെ മറവി എന്ന് പറയുന്ന ഒരു സംഭവമാണ്. ഒരു ആൾക്ക് എല്ലാ കാലവും വിഷമം ഒരാളും ഇങ്ങനെ ആലോചിച്ചിരിക്കില്ലല്ലോ. എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് നാൾ കഴിഞ്ഞാൽ നമ്മുടെ മനസ്സ് അതായിട്ട് പൊരുത്തപ്പെടും. അത് നമ്മുടെ മനുഷ്യന്റെ ഒരു കഴിവാണ്. നമ്മളതായിട്ട് പൊരുത്തപ്പെടാനായിട്ട് നമ്മുടെ മനസ്സ് അതിനുള്ള ഒരു മെഷീൻ പോലെ ഒരു മെക്കാനിസം, ഡിഫൻസ് മെക്കാനിസം നമ്മൾ സ്വയം ഉണ്ടാക്കണതാണ്. അത്
വളരെ നല്ലൊരു കഴിവാണ്. അത് നമ്മുടെ ശാരീരികമായും മാനസികമായിട്ടുള്ള എല്ലാ ബുദ്ധിമുട്ടുകൾക്കും ഇപ്പോൾ മനസ്സിന് ഏൽക്കണ വലിയ മുറിവുകളൊക്കെ നമുക്ക് ഇങ്ങനത്തെ ഒരു രീതി കൊണ്ടാണ് തടയാൻ പറ്റുക. ഇപ്പൊ കുട്ടികൾക്കൊക്കെ ഇങ്ങനെ ചെറിയ കുട്ടികൾക്കൊക്കെ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്കത് സ്വയം ഒരു പരിഹാരം കണ്ടെത്തിയിട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പൊ മുതിർന്നവര് അതിന് വേണ്ടുന്നുള്ള പരിഹാരം കണ്ടെത്തി അവരുടെ മനസ്സിനെ അത് പറഞ്ഞ് ശരിയാക്കണം. അങ്ങനെ അതൊക്കെയാണ് എനിക്ക് മൊത്തത്തിൽ വായിച്ചിട്ടും ക്ലാസ് കേട്ടിട്ടും മനസ്സിലായത്. ഓക്കെ ആണോ മാം? ഓക്കെ. അന്ന കുര്യൻ. മിസ് അന്ന. മിസ് ഞാൻ പറയട്ടെ മിസ്സേ. അനില പറഞ്ഞു. അതായത് എന്റെ ഇതിൽ പറഞ്ഞ മിസ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ അത് വെച്ച് പറയണം. മിസ്, അതായത് ഡിഫൻസ് മെക്കാനിസം എന്ന് പറയുന്നത് നമ്മുടെ മാനസികമായി നമ്മൾ നേരിടുന്ന വെല്ലുവിളികളെ അല്ലെങ്കിൽ സംഘർഷങ്ങളെ, പ്രശ്നങ്ങളെ ഇവയെല്ലാം മാനസികമായി തന്നെ നമ്മൾക്ക് നേരിടാനായിട്ട് നമ്മളെ കൊണ്ട് പറ്റുന്ന ഒരു കഴിവാണ് ഡിഫൻസ് മെക്കാനിസം എന്ന് പറയുന്നത്. അതില്ലെന്നുണ്ടെങ്കിൽ ഒരു പക്ഷെ നമുക്ക് സമൂഹത്തിൽ ജീവിക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടായിരിക്കും. കാരണം എന്ന് വെച്ചാല് നമ്മൾക്ക് പ്രശ്നങ്ങൾ മാനസികമായിട്ട് നേരിടാൻ പറ്റിയില്ലെങ്കിൽ അത് നമ്മൾ ഒരുപാട് പല മേഖലയിൽ ഇപ്പം നമ്മുടെ എന്താ പറയുക ലൈഫിലായാലും എല്ലാത്തിനും നമ്മൾ ഒരുപാട് എഫക്റ്റ് ചെയ്യും. കാരണം ഇതൊന്നും ഇല്ലാണ്ട് എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട്. അതൊക്കെ നമ്മൾ തരണം ചെയ്ത് പോകാനുള്ള കഴിവ് നമ്മളായിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അതൊക്കെ ഇതിന്റെ ഡിഫൻസ് മെക്കാനിസത്തിന്റെ ഒരു ഭാഗമാണ്. പിന്നെ അതിന് ഉദാഹരണം എന്ന് പറയുന്നത് നമ്മള് മിസ് പറഞ്ഞു ഉദാഹരണം എന്ന് വെച്ചാല് ഒരു ക്ലാസ്സില് ഒരു 3 കുട്ടികളോട് ഹോംവർക്ക് ചെയ്യുന്നുണ്ടോന്ന് ചോദിച്ചപ്പോൾ 3 പേര് ചെയ്തില്ല. അപ്പൊ ഒരാളോട് ചോദിച്ചപ്പോ എന്ന് വെച്ചാല് എന്താണ് ഞാൻ മറന്നുപോയി എന്നൊക്കെ പറയുന്നത് ഇതിന്റെ ഒരു എന്റെ അമ്മ എന്റെ കൂടെ ഇരുന്നില്ല എന്നൊക്കെ പറഞ്ഞതൊക്കെ നമ്മള് അതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് നമ്മള് കണ്ടെത്തുന്ന ഓരോരോ മാർഗങ്ങളാണ്. അപ്പൊ അതൊക്കെ എല്ലാം ഡിഫൻസ് മെക്കാനിസത്തിന് ഒരു ഉദാഹരണമാണ്. അപ്പൊ നമ്മുടെ മാനസികമായ പ്രശ്നങ്ങളെ നമ്മളായിട്ട് തന്നെ നേരിടാനുള്ള നമ്മുടെ ഒരു എന്താ പറയാ മാനസികമായിട്ടുള്ള കഴിവിനെയാണ് നമ്മൾ ഡിഫൻസ് മെക്കാനിസം എന്ന് പറയുന്നത്. അതില്ലാണ്ട് നമുക്ക് സമൂഹത്തിൽ നമുക്ക് ജീവിക്കാനായിട്ട് അത്ര എളുപ്പമായിരിക്കില്ല. മാം, ഒരു ഡൗട്ടേ, ഇത് ഡിഫൻസ് മെക്കാനിസം ആണോ എന്ന്. ചിരിക്കരുതേ. ഒരാൾക്ക് ഇപ്പം കോമൺലി മെയിൽസ് ആണുങ്ങള് വിഷമം വരുമ്പോ ഡ്രിങ്കിങ് ഹാബിറ്റ് തുടങ്ങുമല്ലോ, അതൊരു ഡിഫൻസ് മെക്കാനിസം ആണോ? റീഡിങ് ഹാബിറ്റ് നമുക്കാണെന്ന് പറയാൻ പറ്റും. കാരണം മനസ്സിനെ നമ്മൾ ആശ്വസിപ്പിക്കുകയല്ലേ ചെയ്യുന്നത് വായനയിലൂടെ. ഡിഫൻസ് മെക്കാനിസം എക്സാമ്പിളായിട്ട് നമുക്ക് പറയാം. ഓക്കെ. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞത് പലതരത്തിലുള്ള ഡിഫൻസ് മെക്കാനിസം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലേ, ഇൻട്രൊഡക്ഷൻ പറഞ്ഞപ്പോ. പിന്നെ അത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് കുറച്ച് മെക്കാനിസംസ് നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന ചില മെക്കാനിസംസ് ആണ്. അതിനകത്ത് കോമ്പൻസേഷൻ ഉണ്ട്, റാഷണലൈസേഷൻ ഉണ്ട്, പ്രൊജക്ഷൻ, ഐഡന്റിഫിക്കേഷൻ, സബ്സ്റ്റിറ്റ്യൂഷൻ ആൻഡ് സപ്ലിമേഷൻ, റിപ്രഷൻ, നെഗറ്റിവിസം, സിമ്പത്തിസം, വിഡ്രോവൽ ആൻഡ് ഡേറ്ററിംഗ്. ഓക്കെ, ഇത്രയുമാണ് നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന ചില ഡിഫൻസ് മെക്കാനിസം എന്ന് പറയുന്നത്. അപ്പൊ അതിനകത്ത് ഓരോന്നും നമുക്ക് പരിചയപ്പെടാം എന്താണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് കോമ്പൻസേഷൻ ആണ്. നമ്മളൊന്ന് റീഡ് ചെയ്യാം, മൈൻഡിൽ ഒന്ന് റീഡ് ചെയ്യുക, വളരെ സ്വസ്ഥമായിട്ട് വായിക്കുക. എന്നിട്ട് എന്താണ് മനസ്സിലായതെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക. പറയുന്നത് തെറ്റായിക്കോട്ടെ, യാതൊരു പ്രശ്നമില്ല. നിങ്ങൾക്ക് ആ ഐഡിയ കിട്ടുന്നുണ്ടോ എന്ന് എനിക്കൊന്ന് അറിയണം. അതുകൊണ്ടാണ് വായിക്കാൻ പറഞ്ഞത് കേട്ടോ. വായിച്ചിട്ടൊന്ന് ഷെയർ ചെയ്യാം. ഓക്കെ, റീഡ് ചെയ്യാതെ.
ഓക്കെ, റീഡ് ചെയ്തു. എന്താ മനസ്സിലായത് റീഡ് ചെയ്തപ്പോ? ഞാൻ പറയട്ടെ. പറഞ്ഞോളൂ. ആരാണ് പറയുന്നേ? അളക. അളക. അളക പറഞ്ഞു. ഒരു വ്യക്തി തന്റെ എനർജി തന്റെ വ്യക്തിത്വത്തിന്റെ മറ്റ് വശങ്ങളിലേക്ക് തിരിച്ചു വിട്ടിട്ട് നമ്മുടെ പോരായ്മ നികത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതുകൊണ്ട് പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നുമില്ല. ഞാനൊരു എക്സാമ്പിൾ പറയാം. അത് ഇതിന് പറയാൻ പറ്റുമോന്ന് പറയണേ. എനിക്ക് സ്ട്രെസ് കൂടുന്ന ടൈമിലൊക്കെ ഞാൻ എൻ്റെ അത് ക്ലീനിങ്ങിലേക്ക് പോകും. ക്ലീനിങ് ചെയ്യുമ്പോൾ സ്ട്രെസ് കുറയും. അപ്പം ഈ കോമ്പൻസേഷന് അങ്ങനെ പറയാൻ പറ്റുമോ? നമ്മുടെ എനിക്കിതാണ് മനസ്സിലായത്. മനസ്സിലായതല്ലേ? ഇനി വേറെ ഇതെന്ന് പറയുമ്പോൾ ഒരു നമുക്ക് നഷ്ടപ്പെടുന്നതിൻ്റെ ഒരു പരിഹാരമാണ്. എന്ന് പറയുമ്പോൾ ഒരു വ്യക്തി തൻ്റെ എനർജീസ്, തൻ്റെ പേഴ്സണാലിറ്റി പരമായിട്ടുള്ള എന്തെങ്കിലും നെഗറ്റീവ് കാര്യങ്ങളുണ്ട്, അതിൽ ഒരു പോരായ്മകൾ എന്തോന്ന് സോൾവ് ചെയ്യുമ്പോൾ അതിലൊരു ഷോർട്ടേജും എന്ന് പറയുമ്പോൾ ആ പോരായ്മ നികത്തുമ്പോൾ ഒരു കുറവും തന്നെ അയാൾക്ക് വരുന്നില്ല എന്നുണ്ടെങ്കിൽ ആ വ്യക്തി കോമ്പൻസേഷൻ ഉപയോഗിച്ചു എന്നാണ് ഇതിൽ പറയുന്നത്. അതായത് സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. ഒരു മേഖലയിൽ പരാജയപ്പെട്ട ഒരു വ്യക്തി മറ്റൊരു മേഖലയിലേക്ക് വിജയം കണ്ടെത്തി പരാജയത്തെ മറികടക്കാനായിട്ട് ശ്രമിക്കുന്നു. ഒന്നുകൂടി പറഞ്ഞുതരാം. ഒരു മേഖലയിൽ പരാജയപ്പെട്ട ഒരു വ്യക്തി മറ്റൊരു മേഖലയിലേക്ക് വിജയം കണ്ടെത്തി പരാജയത്തെ മറികടക്കാനായിട്ട് ശ്രമിക്കുന്നു. എക്സാമ്പിൾ ആയിട്ട് പറയാം. എക്സാമിന് തോറ്റ കുട്ടി സ്പോർട്സിൽ അച്ചീവ് ചെയ്യുന്നു. കോമ്പൻസേഷൻ അല്ലേ അവിടെ? കോമ്പൻസേറ്റ് ചെയ്യുന്നില്ലേ? ചെയ്യുന്നുണ്ടോ? അതായത് ഒരാൾക്ക് പരാജയം സംഭവിച്ചു, പക്ഷെ ആ പരാജയത്തെ മറികടക്കുന്നതിന് വേണ്ടിയിട്ട്, അതൊരു ഡിഫൻസ് മെക്കാനിസം ആണ് അല്ലെ? ആ പരാജയത്തെ ഓവർകം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മറ്റൊരു മേഖലയിൽ എന്ത് ചെയ്യാണ്? അവര് വിജയം കണ്ടെത്തുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഒരു ക്ലാസ് റൂമിൽ 30 കുട്ടികളുണ്ട്. 29 പേരും എന്ത് ചെയ്തു? ജയിച്ചു, പാസ്സായി. ഒരു കുട്ടി മാത്രം ഫെയിലായി. പക്ഷെ ആ കുട്ടി അതും പറഞ്ഞുകൊണ്ട് അവിടെ എന്താ പറയാ നിരാശപ്പെട്ട് അല്ലെങ്കിൽ ഡിപ്രഷൻ അടിച്ചൊന്നും ഇരിക്കുന്നില്ല. മറിച്ച് ആ കുട്ടിയുടെ മറ്റു കഴിവുകൾ ഉപയോഗിച്ച് അതിനകത്ത് കൂടുതൽ സക്സസ്ഫുൾ ആവാനായിട്ട് ശ്രമിക്കും. അപ്പൊ നമുക്കറിയാം അല്ലെ, അതായത് സ്പോർട്സിലൊക്കെ ധാരാളം എന്താ പറയാ കുറേയധികം സ്റ്റുഡൻസ് ഉണ്ട് നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന. അപ്പൊ ചിലപ്പോ അവർക്ക് സ്റ്റഡീസിൽ ശ്രദ്ധിക്കാൻ പറ്റിയെന്ന് വരില്ല, പക്ഷേ അവര് സ്കൂളിൽ നിന്നും സ്റ്റേറ്റ് ലെവലിലേക്കും നാഷണൽ ലെവലിലേക്കും പിന്നെ ഇന്റർനാഷണൽ ലെവലിലേക്കൊക്കെ സെലക്ട് ആയിട്ട് പോകുന്ന ധാരാളം കുട്ടികളുണ്ട്. ധാരാളം അച്ചീവ്മെന്റ്സ് അവർക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ അവരുടെ കുറവുകൾ എന്താണ് ഇവിടെ? നികത്തുകയാണ് ചെയ്യുന്നത്. ആ കുട്ടിക്ക് പഠിക്കാൻ സാധിച്ചില്ലെങ്കിലും അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് മാർക്ക് വാങ്ങാൻ സാധിച്ചില്ലെങ്കിലും ആ കുട്ടി എന്ത് ചെയ്യാണ്? സ്പോർട്സിൽ അച്ചീവ് ചെയ്ത് അവിടെ കുറേയധികം എന്താ പറയാ അവാർഡുകളും സർട്ടിഫിക്കറ്റുകളും ഒക്കെ എന്താണ് വാരിക്കൂട്ടുകയാണ് ചെയ്യുന്നത്. ഇത് ഒരു തരത്തിൽ പറഞ്ഞാൽ എന്താണ്? കോമ്പൻസേഷന് എക്സാമ്പിൾ ആണ്. ഓക്കെ, നിങ്ങളുടെ ഓരോരുത്തരുടെയും ലൈഫിൽ കോമ്പൻസേഷൻ എന്ന് പറയുന്ന ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ടാവുക അല്ലെ? ഇല്ലേ? എല്ലാവരുടെ ലൈഫിൽ ഉണ്ടാവില്ലേ? എന്തിനെങ്കിലും ഒക്കെ നിങ്ങൾ കോമ്പൻസേറ്റ് ചെയ്തിട്ടുണ്ടാവില്ലേ? ഒന്ന് എക്സ്പീരിയൻസ് ഒന്ന് പറഞ്ഞേ. കോമ്പൻസേറ്റ് ചെയ്തിട്ടുള്ള എല്ലാവരുടെ ലൈഫിൽ ഉണ്ടാവും. നമ്മുടെ പല കാര്യങ്ങൾക്കും കോമ്പൻസേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ചിലപ്പോൾ ഇവിടെ വരെ എത്തിയിട്ടുണ്ടാവുക. പറയട്ടെ, ഞാന് കല്യാണം കഴിഞ്ഞിട്ട് എനിക്ക് ടീച്ചിങ് താല്പര്യമായിരുന്നു, ട്യൂഷനൊക്കെ എടുക്കുമായിരുന്നു. അപ്പോൾ ഞാൻ കല്യാണം കഴിഞ്ഞപ്പോൾ ഞാൻ TTC ഡിഗ്രി ചെയ്തതാണ്. അപ്പോൾ TTC ചെയ്യാന്ന് പറഞ്ഞിട്ട് TTCക്ക് പോയി. അങ്ങനെ പോയപ്പോഴത്തേക്കും ഒരു മാസമൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ പ്രഗ്നന്റ് ആയപ്പോൾ അവരെന്നോട് ട്രാവൽ ചെയ്യണ്ട എന്നൊക്കെ പറഞ്ഞു. ട്രാവൽ ചെയ്യണ്ടെന്ന് പറഞ്ഞാൽ ഒരുപാട് കുടുക്കവും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വരില്ല. ട്വിൻസ് ആയിരുന്നു. അപ്പോൾ എന്നോട് 3 മാസം ഫുൾ റെസ്റ്റ് വേണമെന്ന് പറഞ്ഞു. അടിവയറ് വേദനയൊക്കെ ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ റെസ്റ്റ് പറഞ്ഞു. അപ്പോൾ എനിക്ക് എൻ്റെ ഒരു ആഗ്രഹം
ഇല്ലാണ്ടായിപ്പോയി. അപ്പൊ അങ്ങനെ കുറേ നാളിങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു. അങ്ങനെയാണ് എനിക്ക് ഓൺലൈൻ വഴിയായിട്ട് എനിക്കിത് കണ്ടത്, ഈ ഒരു ന്യൂസ്, മോണ്ടിസോറി ടീച്ചർ. അപ്പൊ ഞാൻ അതിൽ ജോയിൻ ചെയ്തു. അതാണ് എൻ്റെ മെയിൻ കാര്യം. എനിക്ക് ഒന്നും കൊണ്ട് സമയം ഒന്നും അഡ്ജസ്റ്റ് ആവണില്ല, ഒരു കാര്യം ചെയ്യാനായിട്ട് ആവണില്ല. പക്ഷെ എന്നെ കൊണ്ട് പറ്റണ എൻ്റെ മാക്സിമം ഞാൻ ചെയ്യും. ജോലിക്കും കയറിയിട്ടുണ്ട്, കുട്ടികളെ നോക്കണം. അപ്പൊ എല്ലാത്തിൻ്റെ ഇടക്ക് എനിക്കൊരാഗ്രഹം ചെയ്യണം എന്ന്. അതൊന്ന് പോയല്ലോ എൻ്റെ കയ്യിൽ നിന്ന്. ജോലി എന്തെങ്കിലും വേറെ ചെയ്യുന്നുണ്ടോ? ജോലിക്ക് വർക്ക് ചെയ്യുന്നുണ്ടോ? ജോലി ചെയ്യണ്ട്, ചെറിയൊരു ജോലിയാണ്. കാരണം ഞാനൊരു പിള്ളേരൊക്കെ ആയപ്പോ ഏറ്റ കുട്ടികളായതുകൊണ്ട് നോക്കാൻ ആരില്ല. അപ്പൊ ഞാന് 10 വർഷത്തോളം വീട്ടിലിരുന്നു. അത് കഴിഞ്ഞപ്പോ പിന്നത്തെ കുട്ടി ആയി. അപ്പൊ പിന്നെയും അങ്ങനെ ഇരുന്നു. അപ്പൊ 10 വർഷമായിട്ട് ഇങ്ങനെ നിൽക്കുമ്പോ ജോലിക്ക് പോയി കഴിഞ്ഞാൽ കിട്ടാൻ ഭയങ്കര പ്രയാസമാണ്. എന്ന് വെച്ചാൽ അത് ഞാൻ ഇറങ്ങിയപ്പോഴാണ് മനസ്സിലായത്. അപ്പൊ ഒരു ബില്ലിങ് ജോലിയാണ് എനിക്കിപ്പോ ഉള്ളത്. അത് വെറുതെ വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ വട്ടാവും എന്ന് വെച്ചിട്ടാണ് ഞാൻ അങ്ങനെ ഇതായത്. മൂത്ത കുട്ടികൾക്ക് 6 വയസ്സും 6ാം ക്ലാസ്സിലും, ചെറിയ കുട്ടിക്ക് 5 വയസ്സും. അപ്പോ ശരിയാണ് രാജേശ്വരി പറഞ്ഞതിൽ നിന്ന് ഒരു കോമ്പൻസേഷൻ ആണ് അവിടെ രാജേശ്വരിയുടെ എക്സ്പീരിയൻസിൽ എനിക്ക് തോന്നിയത് കേട്ടോ. കാരണം ആ കുട്ടിക്ക് ആ ഒരു ചാൻസ് കിട്ടിയതായിരുന്നു, പക്ഷെ അത് നടന്നില്ല. പക്ഷെ ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട, 2 ഇരട്ട കുഞ്ഞുങ്ങളെ കിട്ടിയില്ല. അത് വലിയൊരു കാര്യം തന്നെയല്ലേ, അല്ലേ? അത് അധികം അർക്കില്ലാത്തൊരു തീർച്ചയായിട്ടും. അല്ല, അതിലൊരു സങ്കടമില്ല. കുട്ടികൾ ഒരുമിച്ച് കിട്ടിയാൽ സന്തോഷം തന്നെയാണ്. അല്ല, പക്ഷെ എൻ്റെ ഒരു ആഗ്രഹം, എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ടീച്ചിങ് എന്നുള്ളത്. അപ്പൊ അത് കിട്ടാണ്ട് ചേർന്നപ്പോ ഒരു കോമ്പൻസേഷൻ അവിടെ നടന്നു, അല്ലേ? എനിക്കങ്ങനെ ഫീൽ ചെയ്തു. അതൊരു കോമ്പൻസേഷൻ കേട്ടോ. പറഞ്ഞോളൂ. എനിക്കും ഇതുപോലെ ടീച്ചിങ് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാൻ അതുപോലെ +2 കഴിഞ്ഞ സമയത്തായിരുന്നു എൻ്റെ കല്യാണം. പെട്ടെന്ന് ഈ ജാതകത്തിൽ പ്രശ്നമുള്ള കാരണം വേഗം നടത്തി. അത് കഴിഞ്ഞ് +2-ന് ശേഷമാണ് ഞാൻ ഡിഗ്രി, എനിക്ക് പഠിക്കണം എന്ന് പറഞ്ഞിട്ട് ഹസ്ബൻഡാണ് എന്നെ ഡിഗ്രിക്ക് വിട്ടത്. അത് കഴിഞ്ഞ് ടീച്ചിങ് TTCക്ക് ഇതേപോലെ പോവാമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് മോനായത്. പിന്നെ വീട്ടില് പേരൻസ് വയസ്സായവരാണ്, അപ്പൊ പോവാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ കുറേ വർഷത്തോളം ഞാൻ വീട്ടിലിരുന്നു. സംഭവങ്ങൾ വന്ന പിന്നെയാണ് ഞാൻ ക്രാഫ്റ്റിന്റെ ഇപ്പൊ ലാസ്റ്റ് എനിക്ക് എന്റെ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പൊ മോണ്ടിസോറി എന്ന ക്രാഫ്റ്റിന്റെ ടീച്ചറായിട്ട് കുറെ സ്ഥലത്ത് വർക്ക് ചെയ്തിരുന്നു. ഇപ്പോ ഈ ഒരു ലക്ഷ്യത്തിലേക്ക് എത്താൻ എനിക്ക് സമയമായി എന്ന് തോന്നുന്നു. അങ്ങനെ ഒരു മനസ്സിനൊരു സന്തോഷം. അത് കോമ്പൻസേഷൻ ആണ്, ഇത് പറഞ്ഞത് കോമ്പൻസേഷൻ ആണ് കേട്ടോ. ഓക്കെ, അടുത്തതാരാണ്? എല്ലാവർക്കും ഉണ്ടാവും. മിസ്സേ, ഞാൻ ചെറുതായിട്ട് സ്റ്റിച്ച് ചെയ്യുന്ന ആളാണ്. അപ്പോൾ ഒരു വ്യക്തി നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ആ തുണി കൊണ്ട് തരുമ്പോൾ നമ്മൾ അതിൽ ഒരു കുറവും ഇല്ലാതെ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മളത് ചെയ്തു കൊടുക്കുന്നു. അതൊരു കോമ്പൻസേഷൻ അല്ലേ? അതായത് ഒരു കോമ്പറ്റീഷനിൽ നമ്മൾക്ക് ഒരു പരാജയം സംഭവിച്ചു, അല്ലെങ്കിൽ അതിനകത്ത് നമുക്ക് മുന്നേറാനായിട്ട് സാധിച്ചില്ല. അപ്പൊ ആ ഒരു കാര്യം നമ്മൾ അറിഞ്ഞുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ ആ ഒരു വിഷമം നമുക്ക് ആ ഒരു വിഷമത്തിൽ നമ്മൾക്ക് മറ്റൊരു കാര്യം ചെയ്തിട്ട് അതിനകത്ത് സക്സസ്ഫുൾ ആകാൻ ശ്രമിച്ചാൽ അതാണ് കോമ്പൻസേഷൻ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവും നിങ്ങളുടെ ജീവിതത്തിൽ കേട്ടോ. ഇപ്പൊ നിങ്ങൾ ചെറുപ്പത്തിലെ നിങ്ങൾക്ക് പല ആഗ്രഹങ്ങളും ഉണ്ടായിട്ടുണ്ടാവുമല്ലോ. എല്ലാവർക്കും ചെറുപ്പത്തിൽ നമ്മൾ പഠിക്കുന്ന സമയത്തൊക്കെ പല ആഗ്രഹങ്ങളും ഉണ്ടായിട്ടുണ്ടാവും. പക്ഷെ ആ ഒരു ആഗ്രഹത്തിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ടാവില്ല. പക്ഷെ എന്താ പറയാ, ആ ഒരു കാര്യത്തെ നമ്മൾ മറികടന്നുകൊണ്ട് വേറൊരു മേഖലയിൽ നമ്മൾക്ക് വിജയങ്ങൾ എത്തിയിട്ടുണ്ടാകാം. ഓക്കെ, അതിനെയാണ് കോമ്പൻസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ഇനി എന്താ പറയുന്നത്? സുബിത പറഞ്ഞോളൂ. മിസ്സേ, ഞാന് ഹിന്ദി TTC കഴിഞ്ഞു. എന്നിട്ട് B.Ed പോണ സമയത്താണ് മോളായത്. അപ്പൊ മോളേനെ നോക്കാൻ ആരും ഇല്ലാത്തതാണ് അങ്ങനെ B.Ed പോവാൻ പറ്റിയില്ല.
അപ്പൊ എനിക്ക് ടീച്ചറായിട്ട് വർക്ക് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് മോൾക്ക് ഇത്തിരി അംഗൻവാടിക്കൊക്കെ പോയി തുടങ്ങിയപ്പോൾ സ്കൂളുകളിലൊക്കെ വേക്കൻസി ചോദിച്ചപ്പോൾ അവർ B.Ed വേണം എന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് ആ സമയത്തും പോകാൻ പറ്റിയില്ല. പിന്നെ 2 വർഷമാക്കിയല്ലോ. അപ്പൊ എങ്ങനെയായാലും ആ ടീച്ചിങ് മേഖലയിലേക്ക് ഇറങ്ങണം എന്ന് എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു. അപ്പൊ ഞാൻ വീട്ടില് തന്നെ കുറച്ച് കുട്ടികൾക്ക് ട്യൂഷൻ എടുത്തു തുടങ്ങി. ആദ്യം 3 കുട്ടികളെ വെച്ചിട്ടാണ് ട്യൂഷൻ എടുത്തു തുടങ്ങിയത്. ഇപ്പൊ എനിക്ക് 23 കുട്ടികളുണ്ട്. അപ്പൊ അങ്ങനെ പിന്നെ ഞാനിങ്ങനെ സ്കൂളുകളിൽ അന്വേഷിച്ചപ്പോ അപ്പോഴും പറയണത് TTC അങ്ങനെ എന്തെങ്കിലും നമുക്ക് ഒരു സർട്ടിഫിക്കറ്റ് വേണം എന്നാണ്. അപ്പൊ അങ്ങനെയാണ് ഞാൻ ഓൺലൈനിൽ ഇങ്ങനെ മോണ്ടിസോറി TTCനെ കുറിച്ചിട്ട് അറിഞ്ഞത്. അപ്പൊ അങ്ങനെ ഇതിന് ജോയിൻ ചെയ്തു. ഓക്കെ വെരി കോമ്പൻസേഷൻ ആണ് കേട്ടോ. നെക്സ്റ്റ് വൺ ആരാണ്? രാജേശ്വരി ആണോ? രാജലക്ഷ്മി? മിസ്സേ ഇത് കോമ്പൻസേഷൻ ആണോന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല കേട്ടോ. എനിക്കൊരു 19 വയസ്സുള്ളപ്പോഴാണ് ആദ്യം ഒരു മാരേജ് പ്രൊപ്പോസൽ വന്നത്. എന്നിട്ട് അത് ഏകദേശം അത് തീരുമാനമൊക്കെ ആയപ്പോ അവര് ഡൗറിയുടെ കാര്യം പറഞ്ഞ് നിന്നുപോയി. അത്രയും കൊടുക്കാൻ പറ്റില്ലായിരുന്നല്ലോ. അത് കഴിഞ്ഞിട്ട് വേറൊരു ഇത് വന്നു. അത് നടന്നു. ഇപ്പൊ ഞാൻ നന്നായിട്ട് ഇരിക്കുന്നുണ്ട്. പക്ഷെ ഇപ്പൊ ഞാൻ നോക്കിയ പുള്ളി അദ്ദേഹം ഇപ്പൊ കുറച്ച് മോശമായ അവസ്ഥയിലാണെന്നാണ് ഞാൻ അറിഞ്ഞത്. ഇത് കോമ്പൻസേഷൻ ആണോന്ന് അറിയില്ല കേട്ടോ. കോമ്പൻസേഷൻ ആണെന്ന് നമുക്ക് തീർത്ത് പറയാൻ പറ്റില്ല, എന്നാലും അതിനോട് റിലേറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ ഇനി ആരാണ് പറയുന്നത്? മിസ്സേ, ഞാനാണ്. +2 പഠിച്ചത് VHS പഠിച്ചത്. അപ്പൊ ഞാൻ VHS പോകുമ്പോൾ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ഹിന്ദി വിദ്വാൻ കോഴ്സ് ചെയ്യണമെന്ന്. അപ്പൊ എന്റെ ബ്രദർ പറഞ്ഞു സെക്രട്ടറിഷിപ്പ് കോഴ്സ് ചെയ്താൽ മതി, അത് നല്ലതാന്ന് പറഞ്ഞ്. അപ്പൊ ഞാൻ അങ്ങനെ +2 ആ കോഴ്സ് ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഡിഗ്രിക്ക് കയറിയപ്പോ എന്റെ അതുപോലെ തന്നെ ഒരു കുട്ടി പറഞ്ഞ മാതിരി ജാതകത്തിൽ പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞ് ചുതുജാതകമായിരുന്നു. അപ്പൊ സെക്കൻഡ് ഇയർ ആയിരിക്കും മാരേജ് കഴിഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് ട്വിൻസ് ആയിരുന്നേ. പിന്നെ അവരെ നോക്കിയിരുന്നു. അപ്പൊ അങ്ങനെ ഒത്തിരി വർഷം, ഞാൻ കുറച്ച് ഏജിലാണ്. അങ്ങനെ മക്കള് 9ാം ക്ലാസ്സിലൊക്കെ ആയപ്പോൾ ഞാൻ അങ്ങനെ എനിക്കൊരു ഹിന്ദി കോഴ്സിനെ കുറിച്ച് പഠിക്കാനൊരിത് കിട്ടി. അങ്ങനെ ഞാൻ ഹിന്ദി വിദ്വാൻ പാസ്സായി. ഞാൻ കേട്ടറ്റ് എടുത്തു. പിന്നെ എനിക്ക് പിന്നെ എനിക്ക് ഭയങ്കര ആഗ്രഹം കേട്ടറ്റ് എടുത്തപ്പോൾ PSCക്ക് ജോയിൻ ചെയ്യുന്നത്. അങ്ങനെ ഞാൻ PSC പഠിച്ചു. പക്ഷെ 2-3 വർഷം കോച്ചിങ്ങിനൊക്കെ പോയി. പക്ഷെ എനിക്ക് ലിസ്റ്റിലൊന്നും വന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ ലാസ്റ്റ് ചാൻസും കഴിഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഈ കോഴ്സിൽ ചേർന്നത്. ഇനി ആർക്കെങ്കിലും ഉണ്ടോ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനുണ്ടോ? ഉണ്ടെങ്കിൽ പറയാം. കോമ്പൻസേഷൻ ആണോന്ന് എനിക്കറിയില്ല, എന്തായാലും പറയാം. ഞാൻ MSc B.Ed കഴിഞ്ഞതാ. B.Ed കഴിഞ്ഞ സമയത്ത് തന്നെ റിസൾട്ട് വരുന്നേക്ക് മുന്നേ കല്യാണം കഴിഞ്ഞു. ഏകദേശം കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഒത്തിരി നന്നായില്ല, പെട്ടെന്ന് പിന്നെ പ്രഗ്നന്റ് ആയി കഴിഞ്ഞു. പിന്നെ എനിക്ക് പഠിപ്പിക്കാൻ പോകണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷെ എനിക്ക് പോകാൻ പറ്റില്ല. അപ്പൊ ഞാൻ അതിന്റെ ഇടയ്ക്ക് പഠിത്തത്തോടൊപ്പം തന്നെ ഞാൻ ഈ ട്യൂഷൻ സെന്ററിൽ വർക്ക് ചെയ്യാൻ പോകുന്നുണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ കല്യാണം കഴിഞ്ഞു, കുട്ടിയായി കഴിഞ്ഞപ്പോ വീട്ടിൽ തന്നെ അവനെ നോക്കാൻ ആരുമില്ലാത്തൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് എങ്ങനെയെങ്കിലും ടീച്ചിങ് ഫീൽഡിലോട്ട് ഇറങ്ങണം എന്നൊരു ഇത് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ ഓർത്തു, അന്നേരമാണ് ഞാൻ ഈ മോണ്ടിസോറി TTCനെ കുറിച്ച് കേൾക്കണത്. അപ്പൊ ഞാനിപ്പോ ഓർത്തു ഇത് പഠിച്ചിട്ട് അവൻ കുഞ്ഞു ചെറുതാണല്ലോ, അപ്പോൾ ആ സമയത്ത് കൊച്ചിന് ഞാൻ അവനെ എവിടെ അഡ്മിഷൻ എടുക്കണോ അവിടെ വേക്കൻസി ഉണ്ടെങ്കിൽ അവിടെ കയറാം, ഇല്ലെങ്കിൽ എനിക്ക് ഏതെങ്കിലും സ്കൂളിൽ കിട്ടുവാണെങ്കിൽ കുട്ടീനെ അവിടെ ചേർക്കാം. എന്നിട്ട് അതിലൂടെ പിന്നെ B.Edന്റെ ഇത് വെച്ചിട്ട് കുട്ടി വലുതാവണനുസരിച്ച് പഠിക്കാലോ, നമുക്ക് ടീച്ചിങ്ങിന് കയറാലോ. അപ്പോൾ അങ്ങനെ ആ ടീച്ചർ ആവണം എന്നുള്ളൊരു ആഗ്രഹം സബലീകരിക്കാനാണ് ഞാൻ ഈ TTCയിലോട്ട് വന്നത്. എത്രമാത്രം പോസിബിൾ ആവുമെന്ന് അറിയില്ല, എന്തായാലും ട്രൈ ചെയ്യണു. നല്ല രീതിയിൽ ഓക്കെ. നെക്സ്റ്റ്, ഇപ്പൊ കോമ്പൻസേഷൻ നിങ്ങൾക്ക് ക്ലിയർ ആയല്ലോ? കോമ്പൻസേഷൻ ഓക്കെ അല്ലേ? നെക്സ്റ്റ് വൺ റേഷണലൈസേഷൻ ആണ് കേട്ടോ. അതൊന്ന് വായിക്കുക, നിങ്ങൾ മൈൻഡിൽ റീഡ് ചെയ്യുക.
വായിച്ചു കഴിയുമ്പോൾ തമ്പില്ല കേട്ടോ. ശാലിനി വായിച്ചോ? റേഷണലൈസേഷൻ വായിച്ചോ ശാലിനി? യെസ് മാം. എന്താ മനസ്സിലായത് വായിച്ചപ്പോ? റേഷണലൈസേഷൻ എന്ന് പറയുമ്പോൾ മലയാളം മീനിങ് എനിക്കറിയത്തില്ല. പക്ഷെ ഇതിൽ മനസ്സിലാക്കിയെന്ന് പറയുമ്പം നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഡിഫിക്കൽട്ടായിട്ടുള്ള എന്തെങ്കിലും സംഭവിക്കുമ്പോൾ അത് സംഭവിക്കാൻ ഇടയായ അല്ലെങ്കിൽ എന്തെങ്കിലും ലോജിക്കൽ റീസൺ നമ്മളവിടെ കണ്ടെത്തും. അപ്പോൾ അതായത് ആളുകൾ എന്തെങ്കിലും പ്രത്യേകപരമായിട്ടുള്ള ബിഹേവിയേഴ്സിൽ ഉണ്ടാകുന്ന കാരണങ്ങളെ നേരിടാൻ കഴിയാതെ വരുമ്പോൾ അവർ ചെയ്ത സ്വഭാവത്തിന് സ്വയം ന്യായീകരിച്ചുകൊണ്ട് സ്വയം അവരെ സേഫ് ആക്കാനായിട്ട് ശ്രമിക്കും. അപ്പോൾ ഇതിനെയാണ് ഒരു റേഷണലൈസേഷൻ എന്ന് പറയുന്നത്. പിന്നെ വന്നിട്ട് ഇത് മെക്കാനിസത്തിൽ ഉള്ളതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മെക്കാനിസമാണ്. സോൾവ് ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ എന്തെങ്കിലും സക്സസ്ഫുൾ ആകാൻ പറ്റാത്ത പ്രോബ്ലംസിനെ പരിഹരിക്കാൻ കഴിയാതെ വരുമ്പോൾ അവർ നോർമലി ഫീലിങ്സ് ആൻഡ് ഡിസ്കംഫർട്ട് ആകുന്നു. ആ ഒരു സാഹചര്യത്തിൽ അവർ റേഷണലൈസേഷൻ ഉപയോഗിച്ച് അവരുടെ ഫീലിങ്സിനുള്ള സൊല്യൂഷൻ കുറയ്ക്കാൻ ശ്രമിക്കുന്നു. ഇത്രയേ ഉള്ളൂ. ചുരുക്കി പറയാട്ടോ ഞാൻ. അതായത് നമ്മൾക്ക് പരാജയങ്ങൾ നടക്കുന്ന സമയത്ത് തെറ്റായ ന്യായീകരണം കണ്ടെത്തി മനസ്സിനെ ആശ്വസിപ്പിക്കുന്നു. ഒന്നുകൂടി പറയാം. പരാജയങ്ങൾ നടക്കുന്ന സമയത്ത്, അതായത് മനുഷ്യന് പരാജയങ്ങൾ നടക്കുന്ന സമയത്ത് തെറ്റായിട്ടുള്ള ന്യായീകരണങ്ങൾ കണ്ടെത്തി ആശ്വാസം നൽകുന്നതിനെയാണ് റേഷണലൈസേഷൻ എന്ന് പറയുന്നത്. എക്സാമ്പിൾ ആയിട്ട് ഞാൻ പറയാം. ഫോർ എക്സാമ്പിൾ, എക്സാമിന് തോറ്റ കുട്ടി ക്വസ്റ്റ്യൻ പേപ്പർ ടഫ് ആയത് കൊണ്ടാണ് താൻ എക്സാമിന് തോറ്റത്, മറിച്ച് പഠിക്കാത്തത് കൊണ്ടല്ല എന്ന് പറയുന്നു. കുട്ടി അവിടെ ഡിഫൻസ് മെക്കാനിസം യൂസ് ചെയ്യുന്നില്ലേ? ഇല്ലേ? ഒരു കുട്ടിയോട് ചോദിക്കുകയാണ്, നീ എന്താണ് എക്സാമിന് തോക്കാനായിട്ട് കാരണം എന്ന് ചോദിക്കുമ്പോൾ ആ കുഞ്ഞു പറയുവാണ്, ഞാൻ നന്നായിട്ട് പഠിച്ചിരുന്നു, പക്ഷേ ക്വസ്റ്റ്യൻ പേപ്പർ ടഫായി, പഠിച്ച കാര്യങ്ങളൊന്നും ക്വസ്റ്റ്യനിൽ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആ കുട്ടി എന്ത് ചെയ്യാണ് അവിടെ? തെറ്റായിട്ടുള്ള ന്യായീകരണങ്ങൾ കണ്ടെത്തി ആ കുട്ടിയുടെ മനസ്സിനെ തന്നെ ആശ്വസിപ്പിക്കുന്നു. അപ്പൊ നിങ്ങൾക്കും ഇതുപോലുള്ള പല എക്സ്പീരിയൻസുകളും ഉണ്ടാവാം അല്ലെ? നിങ്ങൾ പഠിച്ചിരുന്ന സമയത്ത് ഇങ്ങനെയുള്ളതായത് ചിലപ്പോൾ മാർക്ക് കുറഞ്ഞിട്ടോ അല്ലെങ്കിൽ ചിലപ്പോൾ ഫെയിൽ ആയിട്ടോ ടീച്ചേഴ്സ് ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ മറ്റുള്ളവർ പാരന്റ്സ് ഒക്കെ ചോദിക്കുമ്പോൾ നിങ്ങൾ പറയുന്ന ഒരു ന്യായീകരണമാണത് അല്ലെ? നിങ്ങളെ തന്നെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ അങ്ങനെ പറയുന്നത്. ഒരിക്കലും എന്ത് ചെയ്യില്ല, തന്നെത്താൻ കുറ്റപ്പെടുത്തില്ല അല്ലെ? എനിക്ക് തോന്നുന്നു ഞാൻ കണ്ടതിൽ വെച്ചിട്ട് വളരെ റയറായിട്ടുള്ള ആളുകളാണ് സ്വന്തം തെറ്റ് ഏറ്റു പറയുന്നത്. നിങ്ങൾ കണ്ടിട്ടുള്ളതിൽ വെച്ചും അങ്ങനെ ആയിരിക്കാം അല്ലെ? വളരെ റയറായിട്ടുള്ള ആളുകൾ. അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും പറയുമ്പോൾ എന്ത് ചെയ്യാറുണ്ട്, അത് മറ്റുള്ളവരിലേക്ക് അല്ലെങ്കിൽ എന്താ പറയാ, തെറ്റായിട്ട് മറ്റുള്ളവരെന്ന് പറയാൻ പറ്റില്ല, എന്തെങ്കിലും കാരണങ്ങൾ കണ്ടുപിടിക്കും. ഓക്കെ, നമ്മളെ തന്നെ ന്യായീകരിക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മളെ തന്നെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ന്യായീകരണങ്ങൾ കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കും. ആ ന്യായീകരണത്തിലൂടെ നമുക്ക് മറ്റുള്ളവരുടെ വായടപ്പിക്കാൻ കഴിയുന്നു അല്ലെ? ഇപ്പൊ ഒരു വീട്ടിൽ തന്നെ എന്തെങ്കിലും വഴക്ക് നടക്കുകയാണ്, അച്ഛനമ്മയായിട്ടോ അല്ലെങ്കിൽ അച്ഛനും കുട്ടികളുമായിട്ടോ എന്തെങ്കിലുമൊക്കെ വഴക്ക് നടക്കുകയാണ്. വഴക്ക് നടക്കുമ്പോൾ ഒരിക്കലും എന്ത് ചെയ്യില്ല, ഒരു തന്റെ കുറ്റം, ഇപ്പൊ ഭാര്യയും ഭർത്താവും തമ്മിൽ വഴക്ക് നടക്കുമ്പോൾ ഒരിക്കലും ഹസ്ബൻഡ് ആൻഡ് വൈഫ് പറയില്ല അത് അവരുടെ കുറ്റമാണെന്ന്, മറിച്ച് ഹസ്ബൻഡ് വൈഫിന്റെ കുറ്റമാണെന്ന് പറയും, അല്ലെങ്കിൽ വൈഫ് ഹസ്ബൻഡിന്റെ കുറ്റമാണെന്ന് പറയും. അല്ലെങ്കിൽ എന്തെങ്കിലും കാരണങ്ങൾ കണ്ടെത്തും. ഓരോന്നും പറയുമ്പോൾ അത് റിയൽ ആണെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ എന്തെങ്കിലും കാരണങ്ങൾ കണ്ടെത്താനായിട്ട് ശ്രമിക്കും. ദാറ്റ് ഈസ് റേഷണലൈസേഷൻ. തെറ്റായ ന്യായീകരണങ്ങൾ നടത്തി മനസ്സിനെ സന്തോഷിപ്പിക്കുന്നതിനെയാണ് എന്ത് പറയാ, റാഷണലൈസേഷൻ എന്ന് പറയാം കേട്ടോ. അതിന്റെ ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ഞാൻ പറഞ്ഞത്. എക്സാമിന് തോറ്റ കുട്ടി ക്വസ്റ്റ്യൻ പേപ്പർ ടഫ് ആയതുകൊണ്ടാണ് താൻ തോറ്റത്, മറിച്ച് പഠിക്കാത്തത് കൊണ്ടല്ല എന്ന് പറയുന്നു. ഓക്കെ, നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ ഇങ്ങനെ? ചെറിയ ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടോ? ഈ ഒരു ഡിഫൻസ് മെക്കാനിസം യൂസ് ചെയ്തിട്ടുണ്ടോ? റേഷണലൈസേഷൻ ക്വസ്റ്റ്യൻ പേപ്പർ ടഫ് പറഞ്ഞിട്ടുണ്ടോ എപ്പോഴെങ്കിലും? അത് മിസ്സേ ചോദ്യം ചോദിക്കുമ്പോ പറയില്ലേ,
ഞാൻ അന്ന് വന്നിട്ടുണ്ടായിരുന്നില്ല. അതെ അതെ, അതൊരു ഡിഫൻസ് മെക്കാനിസം ആണ്. ഞാനൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. അത് കോമൺ ആയിട്ട് പറയുന്നതാണ് അല്ലെ. ടീച്ചർമാർ അത് ഓർത്തിരിക്കണമെന്നില്ലല്ലോ. ടീച്ചർമാരെ ഓർത്തിരിക്കണമെന്നില്ല. അപ്പോ ഇവിടെ അവനവനെ തന്നെ അല്ലെങ്കിൽ നമ്മളെ തന്നെ രക്ഷിക്കാനാണ് നോക്കുന്നത് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് വൺ പ്രൊജക്ഷൻ ആണ് കേട്ടോ. ഇപ്പൊ രണ്ടും ക്ലിയർ ആണല്ലോ. കോമ്പൻസേഷൻ ക്ലിയർ ആണ്. അതിന്റെ ആ മലയാളം ഡെഫിനേഷൻ ഒന്നും കൂടെ ഒന്ന് പറയോ? റേഷണലൈസേഷൻ അല്ലേ? പരാജയങ്ങൾ നടക്കുന്ന സമയത്ത് തെറ്റായ ന്യായീകരണം കണ്ടെത്തി ആശ്വാസം നൽകുന്നു. പരാജയങ്ങൾ നടക്കുന്ന സമയത്ത് തെറ്റായ ന്യായീകരണം കണ്ടെത്തി ആശ്വാസം നൽകുന്നു. എക്സാമ്പിൾ എന്താണ്? എക്സാമിന് തോറ്റ കുട്ടി ക്വസ്റ്റ്യൻ പേപ്പർ ടഫ് ആയത് കൊണ്ടാണ് താൻ എക്സാമിന് തോറ്റതെന്നും പഠിക്കാത്തത് കൊണ്ടല്ല എന്നും പറയുന്നു. ദാറ്റ് ഈസ് റേഷണലൈസേഷൻ. ഓക്കെ, നെക്സ്റ്റ് വൺ പ്രൊജക്ഷൻ ആണ് കേട്ടോ. റീഡ് ചെയ്യുക പ്രൊജക്ഷൻ. തമ്പി കേട്ടോ വായിച്ചു കഴിയുമ്പോ. എന്താ മനസ്സിലായത്? പ്രൊജക്ഷൻ റേഷണലൈസേഷനിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്താ നിങ്ങൾക്ക് ക്ലിയർ ആയത്? വായിച്ചു ഒന്ന് പറയാമോ ആരെങ്കിലും? എന്തെങ്കിലും ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവല്ലോ വായിച്ചപ്പോ. അത് മിസ്സേ, നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അത് മറയ്ക്കാനായിട്ട് മറ്റുള്ളവരുടെ മേത്തേക്ക് പഴി ചാരുന്ന അങ്ങനെ വല്ലതുമാണോ? അതെ 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 കേട്ടോ, അതാണ്. അത് തന്നെയാണോ എല്ലാവർക്കും പിടികിട്ടിയത്? മറ്റുള്ളവരുടെ മേലിൽ പഴി ചാരുന്നത്, അതാണ് മനസ്സിലായത്? മിസ് സ്വന്തം പോരായ്മ മറച്ചു വെച്ചുകൊണ്ട് മറ്റുള്ളവരെ അതേ പോരായ്മ ഉണ്ടെങ്കിൽ അതിനെ വിരൽ ചൂണ്ടുന്നത്, എനിക്ക് അങ്ങനെ മനസ്സിലായത്. അതായത് പരാജയങ്ങൾ ഒന്ന് നസീനൊന്ന് കേട്ടോ. അതായത് പരാജയങ്ങൾ സംഭവിച്ചാൽ മറ്റുള്ളവരിലേക്ക് കുറ്റം കണ്ടെത്തുന്നതിനെയാണ് പ്രൊജക്ഷൻ എന്ന് പറയുന്നത് കേട്ടോ. പരാജയങ്ങൾ സംഭവിക്കുന്ന സമയത്ത് മറ്റുള്ളവരിലേക്ക് കുറ്റം കണ്ടെത്തുന്നു. ഓക്കെ, എക്സാമ്പിൾ ആയിട്ട് പറയാം. എക്സാമിന് തോറ്റ കുട്ടി കാരണം പറയുന്നത്, എന്തുകൊണ്ടാണ് എക്സാമിന് തോറ്റെന്ന് ചോദിച്ചാൽ കാരണം പറയുന്നത് ടീച്ചർ പഠിപ്പിക്കാത്തത് കൊണ്ടാണ്. ഓക്കെ,
അങ്ങനെയാ പറയുന്നത്. അപ്പൊ എന്താ ചെയ്യുന്നേ? ടീച്ചറിനെയാണ് അവിടെ കുറ്റക്കാരിയാക്കുന്നത്. ആ കുട്ടി എക്സാമിന് തോൽക്കാനായിട്ട് കാരണം ടീച്ചറാണെന്ന് പറയുന്നു. ദാറ്റ് ഈസ് പ്രൊജക്ഷൻ. അതായത് നമ്മൾ റേഷണലൈസേഷനിൽ കണ്ടത് ന്യായീകരണങ്ങൾ കണ്ടെത്തുവാണ്. പല പല കാരണങ്ങൾ കണ്ടെത്തി ഒഴിഞ്ഞു മാറുന്നതിനെയാണ് റാഷണലൈസേഷൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അത്തരത്തില് ന്യായങ്ങൾ പറഞ്ഞ് മനസ്സിനെ ആശ്വസിപ്പിക്കുന്നതിനെയാണ് റാഷണലൈസേഷൻ എന്ന് പറയുന്നത്. പക്ഷെ പ്രൊജക്ഷൻ എന്ന് പറയുമ്പോൾ അത് ഒരാളിലേക്ക് മാത്രം കുറ്റം കണ്ടെത്തുന്നതാണ്. സ്പെസിഫിക് ആയിട്ട് ഒരു പേഴ്സണെ അവിടെ പറയും. ഇല്ലേ? നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാവാം അല്ലെ? നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു പ്രോബ്ലംസ് വരുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഫേസ് ചെയ്യേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങളിൽ നിങ്ങൾ എന്ത് ചെയ്യില്ല? നിങ്ങളെ തന്നെ കുറ്റം പറയില്ല അല്ലെ? എന്തു പറയും? അതാണ്, അവനാണ് കാരണം, അല്ലെങ്കിൽ അവളാണ് കാരണം, അങ്ങനെയാണ് പറയാ അല്ലെ? അങ്ങനെയല്ലേ ഉണ്ടാവുക? അങ്ങനെയല്ലേ ചെയ്യുന്നേ? നമ്മള് എപ്പോഴെങ്കിലും നമ്മളെ കുറ്റപ്പെടുത്താനായിട്ട് തയ്യാറാവോ? എന്റെ തെറ്റാണെന്ന് പറയുമോ ആരെങ്കിലും? ഇല്ല അല്ലെ? ഡിവോഴ്സ് കൂടുതലും അങ്ങനെയല്ലേ? എന്തായാലും ഡൈവേഴ്സ് മാരേജ് കഴിഞ്ഞിട്ടേ ഡൈവേഴ്സ് ഒക്കെ വരുന്നത് കൂടുതലും ആ ഒരു പ്രശ്നത്തുമ്മലാണല്ലോ. അതെ അതെ. പരസ്പരം അന്യോന്യം പഴിച്ചാരി അങ്ങനെയുള്ള ഒരു രീതിയിലാണ്. സ്വയം രണ്ടുപേരുടെ ഭാഗത്ത് തെറ്റുണ്ടാവാം, പക്ഷെ ഒരിക്കലും ഡൈവോഴ്സ് ആകുന്നവരൊക്കെ ആണെങ്കിൽ ഒരിക്കലും പറയില്ല. പിന്നെ കുറെ കാലം കഴിഞ്ഞിട്ടായിരിക്കാം ചിലപ്പോ തെറ്റ് മനസ്സിലാകുന്നത്. അങ്ങനെയുള്ളവരും ഉണ്ട് കേട്ടോ. കുറെ കാലം കഴിഞ്ഞിട്ട് എന്റെ തെറ്റാണ്, ഞാൻ അല്ല എന്താണ് അങ്ങനെ ഞാൻ പറയട്ടെ, ചില ആളുകൾ എന്ന് പറഞ്ഞാല് പറയാനായിട്ട് കൂട്ടാക്കി എന്റെ തെറ്റാണ്, എനിക്ക് തെറ്റ് പറ്റിപ്പോയി. അത് അവരുടെ ഒരു ആത്മാഭിമാനത്തെ പണയം വെക്കുന്ന രീതിയിലാണ്, അല്ലെങ്കിൽ അവരുടെ അഭിമാനത്തിന് ക്ഷതമേൽക്കുന്ന പോലെയാണ് അങ്ങനെ കുറ്റമേറ്റു പറയാന്നുള്ളത്. നമ്മളെ തന്നെ രക്ഷിക്കും, അല്ലെങ്കിൽ നമ്മളെ തന്നെ സംരക്ഷിക്കാനാണ് നമുക്ക്. അപ്പൊ നമ്മുടെ ബോഡി ഇപ്പോ എന്താ പറയാ, ഒരു സൂര്യപ്രകാശത്തിൽ നിന്ന് നമ്മൾ പ്രൊട്ടക്ട് ചെയ്യില്ലേ? സൺലൈറ്റിൽ നിന്ന് ഇല്ലേ? എങ്ങനെയാണ് പ്രൊട്ടക്ട് ചെയ്യുക നമ്മുടെ ബോഡി? എങ്ങനെയാ പ്രൊട്ടക്ട് ചെയ്യുക സൺലൈറ്റിൽ നിന്ന്? എന്താ ചെയ്യാ നമ്മള് സൺലൈറ്റിനെ? ഡ്രസ് ഇട്ട് നമ്മളുടെ ബോഡി കവർ ചെയ്യും, പിന്നെ കൊട പിടിക്കും. കൊട പിടിക്കും അല്ലെ? പ്രൊട്ടക്ട് ചെയ്യാണ് അല്ലെ? പിന്നെ ഒരു പട്ടി കടിക്കാൻ വന്നു എന്ന് വിചാരിക്കുക, നമ്മൾ എന്താ ചെയ്യാ? ഓടും, നോക്കി നിൽക്കോ? ഓടും അല്ലെങ്കിൽ കല്ലെടുത്തെറിയും. ഓടും അല്ലെങ്കിൽ കല്ലെടുത്തെറിയോ അല്ലെ? അപ്പൊ നമ്മൾ നമ്മുടെ ബോഡിയെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് പലതരം മെത്തേഡുകൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ വെയിൽ കൊള്ളാതിരിക്കാനായിട്ട് നമ്മൾ കൊട ചൂടും. ഓക്കെ, അതൊരു പ്രിവെന്റീവ് മെത്തേഡാണ്. അതുപോലെ തന്നെ നമ്മുടെ മനസ്സിന് എന്തെങ്കിലും വരുമ്പോൾ നമ്മുടെ മനസ്സിനെ എന്താ പറയാ ആശ്വസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഡിഫൻസ് മെക്കാനിസംസ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യില്ല, നമ്മളെ കുറ്റപ്പെടുത്താനോ, നമ്മളെപ്പോഴും ഒരു കംഫർട്ട് സോണിലാണ് നമ്മൾ നിർത്താനായിട്ട് നോക്കുക. നമ്മുടെ ബോഡി ആണെങ്കിലും ഇപ്പൊ എന്തെങ്കിലും ഒരു അപകടം വന്നു കഴിഞ്ഞാൽ നമ്മളുടെ രക്ഷയല്ലേ നോക്കുള്ളൂ അല്ലെ? മറ്റുള്ളവരെ നോക്കൂ. നമ്മള് ഒരു മരം വീഴാനായിട്ട് പോവാണെന്ന് വിചാരിക്കുക, നമ്മൾ റോട്ടിലൂടെ നടന്നു പോവാണ്, മരം വീഴാനായിട്ട് പോകുന്നു. നമ്മൾ എന്ത് ചെയ്യും? നമ്മളെ തന്നെ രക്ഷിക്കാനാ നോക്കുള്ളൂ. നമ്മൾ ആദ്യം അവിടെ നിന്ന് ഓടി പോകും അല്ലെ? എന്നിട്ടാണ് മറ്റുള്ളവരുടെ കാര്യം നമ്മൾ നോക്കുക. അപ്പൊ നമ്മുടെ ബോഡിയെ പ്രൊട്ടക്ട് ചെയ്യുന്നത് പോലെ തന്നെയാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ മനസ്സിനെയും നമ്മൾ പ്രൊട്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യില്ല, നമ്മളെ തന്നെ കുറ്റപ്പെടുത്താനായിട്ട് നിൽക്കില്ല. മറിച്ച് ആ കുറ്റം മറ്റുള്ളവരിലേക്ക് എന്ത് ചെയ്യും? ചാരാനായിട്ട്, അല്ലെങ്കിൽ ആ കുറ്റം അയാളിലേക്ക് അടിച്ചേൽപ്പിക്കാനായിട്ട്. ഇവിടെ ഞാൻ എക്സാമ്പിൾ പറഞ്ഞത് എന്താണ്? എക്സാമിന് തോറ്റത് ടീച്ചർ പഠിപ്പിക്കാത്തത് കൊണ്ടാണെന്നാണ് ആ കുട്ടി പറഞ്ഞത്. ആ കുട്ടി ഒരിക്കലും സമ്മതിക്കുന്നില്ല ആ കുട്ടി പഠിക്കാത്തത് കൊണ്ടല്ലെന്നല്ല പറയുന്നത് അല്ലെ? മറിച്ച് ആ ടീച്ചർ പഠിപ്പിക്കാത്തത് കൊണ്ടാണ് ഞാൻ എക്സാമിന് തോറ്റിയെന്ന് ആ കുട്ടി പറയുന്നത്. That is projection. Okay, clear ആയല്ലോ? ഓക്കെ ആണോ? അപ്പൊ നമ്മളിപ്പോ എടുത്തത് കോമ്പൻസേഷൻ എടുത്തു, പ്രൊജക്ഷൻ പറഞ്ഞു, റേഷണലൈസേഷൻ പറഞ്ഞു. ഈ 3 ഡിഫൻസ് മെക്കാനിസത്തിനും ഓരോ എക്സാമ്പിൾ വീതം ഇപ്പൊ തന്നെ എഴുതുക കേട്ടോ. നിങ്ങളുടെ എക്സ്പീരിയൻസുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും എഴുതിയാൽ മതി. 3 എണ്ണം. 1 കോമ്പൻസേഷൻ ഒരു എക്സാമ്പിൾ എഴുതാം, 2 റേഷണലൈസേഷന് ഒരു എക്സാമ്പിൾ എഴുതാം, പ്രൊജക്ഷൻ എക്സാമ്പിൾ എഴുതാം. 5 മിനിറ്റ് സമയം തരാം. റെഡി അല്ലേ എല്ലാവരും എഴുതാനായിട്ട്?
റെഡിയാണോ? ഓക്കെ, എഴുതിക്കൊള്ളൂ കേട്ടോ. എഴുതി കഴിഞ്ഞവര് വായിക്കണം കേട്ടോ. എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വായിക്കുക. മിസ്സേ കറക്റ്റ് മാറിപ്പോകുമെന്ന് എനിക്കറിയത്തില്ല. എന്നാലും 3 എക്സാമ്പിൾ ഞാൻ പറയാം. ഫസ്റ്റ് വന്നിട്ട് നമുക്ക് 2 വീലർ ഇല്ലായിരുന്നു. അപ്പോൾ അത് നമ്മൾ മറ്റുള്ളവരുടെ അടുത്ത് നിന്നാണ് വാങ്ങി. അപ്പോൾ ആ ഒരു കുറവ് നികത്തണമെന്ന് പറഞ്ഞിട്ട് നമ്മളൊരു 2 വീലർ ഇപ്പോൾ വാങ്ങിച്ചായിരുന്നു. അതൊരു കമ്പോൺസേഷൻ ആയിട്ട് മെക്കാനിസമായിട്ട് ഉൾപ്പെടുവോ? എന്ന് പറയുമ്പോൾ പരാജയത്തിൽ നിന്നല്ലേ നമ്മൾ വിജയം കൈവരിക്കുന്നത്. അപ്പൊ ആ ഒരു പരാജയം നമ്മൾ അവിടെ നികത്തിയായിരുന്നു. 2 വീലർ ഇല്ല എന്നുള്ളത് നമ്മൾ
ഓക്കെ. അടുത്ത റേഷണലൈസേഷനിൽ വന്നിട്ട് ഇപ്പൊ അമ്മ ഒരു കപ്പ് ചായ അവിടെ വെച്ചു. ഞാൻ എടുത്തപ്പോൾ അത് താഴെ വന്ന് വീണു. അപ്പോൾ ഞാൻ എന്നെ സേഫ് ആക്കാൻ നോക്കി. അമ്മ വച്ച രീതി ശരിയല്ല, അതുകൊണ്ടാണ് അത് തട്ടി വീണത്. ഞാൻ എടുത്തത് കറക്റ്റാണ്. അപ്പം ഞാൻ എന്നെ സേഫ് ആക്കാൻ നോക്കി. അതാണ് റേഷണലൈസേഷനിൽ ഞാൻ എഴുതിയ എക്സാമ്പിള്. ഓക്കെ. അടുത്ത തേർഡ് വന്നിട്ട് ചേച്ചിയോടും എന്നോടും അമ്മ എന്തെങ്കിലും ഏൽപ്പിച്ചിട്ട് പോകുമ്പം ചേച്ചിയും ചെയ്യത്തില്ല, ഞാനും ചെയ്യത്തില്ല. അപ്പൊ അമ്മ വന്നിട്ട് ചോദിക്കും എന്താ നിങ്ങൾ ചെയ്യാത്തേന്ന് പറയുമ്പോൾ ഞാൻ പറയും ചേച്ചി ചെയ്യാത്തത് കൊണ്ടാ ഞാൻ ചെയ്യാത്തേന്ന് പറഞ്ഞിട്ട്. അതാണ് പ്രൊജക്ഷൻ മെക്കാനിസത്തിൽ ഞാൻ എഴുതിയ എക്സാമ്പിൾ. ഇനി ആരാ എഴുതിയിരിക്കുന്നേ? A failed person who worked as IT professional changed his career as farmer. Then he won. Okay, compensation ആണോ? Compensation. അതെ. Okay. ഒരെണ്ണം എഴുതിയോളൂ. എന്താ? ഒരെണ്ണം എഴുതിയോളൂ. എഴുതിയിട്ടുള്ളൂ. ഓക്കെ ഓക്കെ. ഇനി ആരാണ്? ഞാൻ എഴുതിയുണ്ട്. കോമ്പൻസേഷനിലാണ് എഴുതിയേക്കണത് കേട്ടാ. ടീച്ചറായി ജോലി ചെയ്യണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷെ സ്കൂളിൽ പോയി പഠിപ്പിക്കാൻ സൗകര്യം പറ്റാത്തത് കൊണ്ട് വീട്ടിൽ കുട്ടികൾക്ക് ട്യൂഷൻ എടുക്കുന്നു. പിന്നെ അടുത്തത് 10 മണിയുടെ ബസ്സിനാണ് പോകേണ്ടത്. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ 10:05. ബസ് കിട്ടിയില്ല. ബസ് നേരത്തെ വന്നതാണെന്ന് മനസ്സിനെ പറഞ്ഞ് സമാധാനിപ്പിച്ചു. അടുത്തത് കുറെ എഴുതി, ജോലി കിട്ടിയില്ല. പക്ഷെ മനസ്സിനെ പറഞ്ഞ് സമാധാനിപ്പിച്ചത് പോസ്റ്റിംഗ് കുറവായത് കൊണ്ടാണ്, താൽക്കാലിക വേക്കൻസിയിൽ ആളെ എടുക്കുന്നത് കൊണ്ടാണ് ജോലി കിട്ടാത്തത്. ശരിയാണോ മിസ്സേ? ശരിയാണ്. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ എന്ത് ചെയ്യുക? എല്ലാവരും എഴുതിക്കൊണ്ട് വരിക. ഞാൻ എല്ലാവരെയും കൊണ്ടും തന്നെ വായിപ്പിക്കും കേട്ടോ. ഇന്ന് വായിച്ചവര് വായിക്കണ്ട. ഇന്ന് വായിച്ചവര് അത് 3 പറ്റി ഇപ്പൊ ഒരാൾക്ക് മറ്റേ പാടാൻ കഴിവില്ല എങ്കിൽ അവര് ഇങ്ങനെ പാഴ്വസ്തുക്കളൊക്കെ വെച്ചിട്ട് പുതിയ ഇങ്ങനെ ഓരോ സാധനങ്ങൾ ഉണ്ടാക്കാൻ ഉള്ള കഴിവ്, അതിന് ആണ് ഫസ്റ്റത്തെ കോമ്പൻസേഷനിൽ വരുന്നത് ഉദാഹരണം. കോമ്പൻസേഷൻ്റെ ഇപ്പൊ ഒരു കഴിവ് ഇല്ല എന്നുണ്ടെങ്കിൽ വേറൊരു കഴിവ് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. പിന്നെ അടുത്തത് പറയണത് റേഷണലൈസേഷൻ്റെത്. നമുക്കിപ്പോ ഭയങ്കരമായിട്ട് ഒരു ജോലി ഇന്റർവ്യൂവിനൊക്കെ പോയി, അത് കിട്ടിയില്ല, ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചിട്ടാ പോയത്. അപ്പൊ കിട്ടിയില്ല എന്ന് പറയുമ്പോ നമ്മൾ തന്നെ സ്വയം പറയാം, ആ ജോലി എനിക്ക് അത്ര വലിയ ഇഷ്ടം ഉണ്ടായിരുന്നില്ല, ശമ്പളമൊക്കെ കുറവാണ്, പിന്നെ ഭയങ്കര ദൂരെയാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മള് അതിനെ ഒരു മനസ്സിനെ സമാധാനിപ്പിക്കും. അത് റാഷണലൈസേഷൻ. പിന്നെ പ്രൊജക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് മറ്റൊരാളോട് എന്തെങ്കിലും അസൂയൊക്കെ തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളത് പറയും, അവർക്കാണ് നമ്മളോട് അസൂയ ഇന്ന കാര്യം കൊണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളത് പറഞ്ഞ് ഇതാക്കും. അതും മനസ്സിന്റെ ഒരു പ്രൊജക്ഷനിൽ വരുന്ന ഒരു ഉദാഹരണം. കറക്റ്റ് ആണോ മിസ്സേ? അപ്പോ ഇനി എന്ത് ചെയ്യുക? അടുത്ത ക്ലാസ്സിൽ പറയാം കേട്ടോ. അടുത്ത ക്ലാസ്സിൽ എല്ലാവരും തന്നെ എഴുതിക്കൊണ്ടുവരാം കേട്ടോ. ഓക്കെ ഓക്കെ. ഒന്നും കൂടി ആലോചിച്ചിട്ടൊക്കെ ഒന്ന് എഴുതിക്കൊണ്ട് വരിക. മിസ് നമ്മുടെ സ്വന്തം കാര്യം തന്നെ എഴുതണമെന്നുണ്ടോ? എന്തെങ്കിലും ഉദാഹരണം പോരെ? ഉദാഹരണം മതി. സ്വന്തം കാര്യത്തിനില്ല, എന്തെങ്കിലും ഒരു അതിനോട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും മതി കേട്ടോ. ഓക്കെ. അപ്പൊ നമുക്ക് പറഞ്ഞോളൂ ശാലിനി. അത് നമുക്ക് യൂണിറ്റ് 7 ഹെൽത്ത് കെയറിൽ മോക്ക് ടെസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഈ ടെക്സ്റ്റിൽ ഫുള്ളും DPT എന്നാണ് പറഞ്ഞത്, പക്ഷെ ക്വസ്റ്റ്യന് DTP എന്നാണ് വന്നത്.
അത് കറക്റ്റ് ആണോ? അങ്ങനെ വന്നാലും കുഴപ്പമുണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് അറിയത്തില്ല. കുഴപ്പമില്ല കുഴപ്പമില്ല ഡിപ്തീരിയ, കേട്ടോ. ടിറ്റനസ്. മീനിങ് അറിയാൻ ആ ഡിഫ്തീരിയ ആ നമുക്ക് ഫുള്ള് ടെക്സ്റ്റിൽ മൊത്തം DPT എന്നാ കിടക്കുന്നേ, ഇതില് DTP എന്നാ വന്ന്. അപ്പം അത് കുഴപ്പമുണ്ടോന്ന് അറിയാൻ പറ്റും. കുഴപ്പമില്ല കേട്ടോ. ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് സൈൻ ഔട്ട് ചെയ്യാം. ആരാ ചെയ്യുന്നേ? ഞാൻ പറയാം മിസ്. Thanks to Ashwati Miss. Hope that we all are observe our class and happy to listen. Thanks, my friends. അത്രേ ഉള്ളൂ മിസ്. ഓക്കെ, താങ്ക് യു. അപ്പൊ നമുക്ക് ഫ്രൈഡേ കാണാം കേട്ടോ. നെക്സ്റ്റ് ഡേ കാണാം. അപ്പൊ എല്ലാവരും എഴുതി കൊണ്ടുവരിക കേട്ടോ 3 എണ്ണത്തിനെ കുറിച്ച്. താങ്ക് യു മിസ്. താങ്ക് യു.